ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് ഞാൻ എൻ്റെ ടെഡിയോട് യാത്ര പറയുന്നതാണ്. അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്, കല്യാണം വരുവാണ്, ഇനി കുറച്ചൊക്കെ നീ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, ബിഹേവ് ചെയ്യണം, വലിയ കുട്ടിയാവണം, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനോട് യാത്ര പറയുവാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്ന് ആഫ്റ്റർ വർക്ക് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രെയിനിൻ്റെ തൽക്കാൽ വെയിറ്റിംഗ് ലിസ്റ്റാണ്. പക്ഷെ ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയി. ലാസ്റ്റ് അതിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഞാനൊരു ജനറൽ ട്രെയിനിൽ കയറേണ്ടി വന്നു. പക്ഷെ നിൽക്കാനുള്ള സ്ഥലം പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഇരിക്കാൻ പറ്റിയത് തന്നെ. ഇത് ട്രെയിന് ട്രിവാൻഡ്രം സ്റ്റേഷനിലോട്ട് അടക്കുന്ന ഒരു സീനാണ് ഗൈസ്. എപ്പോഴും ഈ ഒരു സ്റ്റേജിൽ ട്രെയിൻ സ്ലോ ചെയ്യുമ്പോൾ മനസ്സിലൊരു അത് എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. ഹാപ്പിനെസ് ആണോ എക്സൈറ്റ്മെൻ്റ് ആണോ അത് പറയാൻ പറ്റില്ല. എൻ്റെ വീട്, എൻ്റെ ബെഡ്, ഹൈ അമ്മയെ കാണാമല്ലോ, അച്ഛനെ കാണാമല്ലോ എന്നുള്ളൊരു ഫീല്. അത് ഈ ബോർഡ് കാണുമ്പം അത് പറയാൻ അറിയില്ല ഗൈസ് അതെന്താണെന്നുള്ളത്. ഞാൻ രാത്രി ഒരു 11-12 മണിയായപ്പോഴാണ് ട്രിവാൻഡ്രത്ത് എത്തിയത്. അവിടെ നിന്ന് എനിക്ക് ഇനി അടുത്ത ബസ് കയറണം. ബസ് കയറിയത് തമിഴ്നാട് ബസ്സാണ്. നിൽക്കാനുള്ള സ്ഥലം കിട്ടിയതേ ഭാഗ്യമാണ്. കഷ്ടിച്ച് ആ ഒരു ഇതിൽ തൂങ്ങി നിൽക്കുമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെയ്യാറ്റിൻകര എത്തുമ്പോൾ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നെയ്യാറ്റിൻകര ഞാൻ ഇറങ്ങി, അച്ഛനെ കുറേ വെയിറ്റ് ചെയ്തു, അച്ഛൻ കുറച്ച് പോസ്റ്റ് തന്നു. കുഴപ്പമില്ല, അവിടെ നിന്ന് ഞാൻ എൻജോയ് ചെയ്തു കുറച്ചൊക്കെ. ഞാൻ എന്താണ് പോകുന്ന വഴിക്ക് ഞാൻ 6 to 10 പഠിച്ച സ്കൂളും അവിടുത്തെ പ്ലേസസും ഞാൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളുടെ നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് പോകുകയാണ്. വീട്ടിലെത്തി അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു.